അപ്പൊ ഒരു ചീനക്കറി ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ ഒരു ചീനക്കറി ഉണ്ടാക്കുവാണേ. അപ്പൊ ഇതിനകത്ത് ഒരു പാൻ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാ ചേനയുണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ളിൽ അരിഞ്ഞിട്ടിട്ടുണ്ടേ. അപ്പൊ അത് ഇതിനകത്തോട്ട് വെച്ചിട്ട് പിന്നെ എന്താന്ന് വെച്ചാ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് അപ്പം ഇതിനകത്തോട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ചേനയ്ക്ക് വേവുള്ളത് കൊണ്ട് ഒരു 10-20 മിനിറ്റോളം വേവണം. ഒരു 10-20 മിനിറ്റ് വേണം. ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഞാൻ അരപ്പ് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഒരു പാനകത്തിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് നമ്മളെ ജീരകം, പെരുംജീരകം ഇടണം. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ള ഇത് നമ്മൾ ചേന വെന്ത് കഴിഞ്ഞിട്ടൊന്ന് ഞെക്കിയൊക്കെ നോക്കണം വെന്തോ. അത് കഴിഞ്ഞിട്ട് ഇത് ഒഴിച്ചങ്ങോട്ട് കൊടുക്കും. ഇത് ഞാൻ ഓൾറെഡി പുളിവെള്ളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചേന വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ പുളിവെള്ളം അതുപോലെ ഈ അരപ്പും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പൊ നമ്മൾ ചേനക്കറി ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. അപ്പൊ വെന്തോ നോക്കാവേ. അപ്പം അത്രക്കങ്ങോട്ട് വെന്തിട്ടില്ല. ഇതൊന്ന് ഞെക്കി നോക്കുമ്പോ അറിയാം നമുക്ക് കുറച്ചുകൂടെ വേവാനുണ്ടേ. അയ്യോ എന്നെ കഴിയും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് വേവിക്കാം. അപ്പൊ വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പോ വേവേ അപ്പൊ നമ്മൾ ആ ചേന അത് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് ഈ അരപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരത്തെ കാണിച്ചു തന്നെ ഈ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാം. അതെ നോക്കിക്കോ, കളറി നന്നായിട്ട് ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഒടിഞ്ഞി വരും, മുറിഞ്ഞി വരും. നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതേ കുറച്ചുകൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനത്തെ കണ്ട അരപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പം അരപ്പ് കുറച്ചുകൂടി ഇതിനകത്തുണ്ട്. അപ്പൊ അതും കൂടെ ഞാനൊന്ന് കഴുകി ഒഴിക്കട്ടെ. നമ്മളെ ചേനക്കറിനകത്ത് എന്തുവാ അരപ്പൊക്കെ ഇട്ട് വരുന്നല്ലോ. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ പുളിവെള്ളം ഒഴിക്കാൻ പോവാണേ. അപ്പൊ ഇതേ ഈ അരിപ്പേനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ചൂടാകളൊന്നും ഇതിനകത്തോട്ട് വീഴത്തില്ല. അപ്പോഴത്തേക്കും അതിന് മുന്നേ ഇരുന്ന് പിരിയുന്നതന്നെ. പിരിഞ്ഞു കഴിയുമ്പോ നന്നായിട്ട് ഇതിനെ ഇളകി വരും. അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് കിട്ടൂല. അപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മണ്ടത്തരം കാണിക്കില്ല. നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിക്കുക.
ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ലതായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. അപ്പൊ ടേസ്റ്റും നല്ലതായിട്ട് നല്ല പിഴിഞ്ഞടക്കാം. പിന്നെ ഞാൻ മാക്സിമം ഇതിട്ട് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു പുളിന്റെ ആ ഇതൊക്കെ അതിനകത്തോട്ട് നന്നായിട്ട് അങ്ങ് ഇറങ്ങി വെള്ളം കൂടിപ്പോയില്ലേ, അത്രേ ഉള്ളൂ പ്രശ്നം. എന്നാലും ഇതൊന്നും നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും റെഡി ആകും. ചേനക്കതിനകത്തോട്ട് ഇപ്പൊ നമ്മള് അരപ്പും ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ആ പുളി വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോ തിളച്ചോണ്ടിരിക്കുക. കുറച്ചു നേരം കൂടെ ഒന്ന് വേവിക്കാം. അപ്പൊ നമ്മുടെ ചേനക്കറി ഏകദേശം നമ്മുടെ ആ അരപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇപ്പൊ നല്ല സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഉപ്പൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പൊ ഉപ്പ് നോക്കുവാണേ. ഇതിലൊഴിച്ചിട്ട് അപ്പൊ ഒരു ശകലം ഉപ്പ് കൂടെ വേണം. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. സെറ്റ് ആയി കാണാം. അപ്പൊ ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഉപ്പ് ചെയ്യാവുള്ളൂ. അപ്പൊ 2 സെക്കൻഡ് കൂടെ ചൂടായി കഴിഞ്ഞിട്ട് ഇത്ര ആയല്ലോ. അപ്പൊ 2 സെക്കൻഡ് കൂടെ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കണം. അതപ്പോ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതപ്പോ നമുക്ക് അത് കാണിക്കാം. അപ്പൊ നമുക്ക് കടുക് താളിക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്, ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇതിലോട്ട് നമ്മള് ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പൊ തട്ടി ചൂടായിട്ട് വരും. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക് തളിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ മതിയേ. അപ്പം ഇപ്പം വെളിച്ചെണ്ണ ചൂടാകും. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മള് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കടുക് ഇപ്പൊ പൊട്ടാൻ തുടങ്ങി. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്തുവാ, കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതപ്പൊ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും അപ്പൊ നമ്മൾ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ചെറിയ ഉള്ളിയും ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ചേനക്കറിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ഈ ഉള്ളിയും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി ആയിട്ട് മൂപ്പിച്ച് ഇത് കരിഞ്ഞു പോകും. അപ്പൊ പിന്നെ അതിന്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോകും. ഇത് ഏകദേശം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൂടെ ആകുമ്പോ കറക്റ്റ്. അപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ ചേനക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോ കുറച്ചേരം അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഒക്കെ ആവും. എന്നാലും ഇതേ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോ നമ്മുടെ ചേനക്കറി ഫിനിഷ് ആയിട്ട് ഇതാണ് നമ്മുടെ ചേനക്കറി. അപ്പൊ ചേനക്കറി ഓക്കെ, ബൈ.